ആ മഴക്കെടുതിയെ ഒരു വിജയകരമായി നേരിടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ജില്ലയിലെ അഡ്മിനിസ്ട്രേഷനും ജില്ലയിൽ നിന്നുള്ള നമ്മുടെ ഇവിടെ മന്ത്രി ശ്രീ മോൻസ് ജോസഫും നമ്മളെല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ. അതുകൊണ്ട് കെടുതിയുടെ ആഘാതം കുറച്ച് ലഘൂകരിക്കാൻ പറ്റിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്ര ഒരു മിന്നൽ മഴ വന്നാൽ ഇതിനേക്കാൾ കവിഞ്ഞ കെടുതികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ കെടുതികളുടെ ആഘാതം വളരെ ലഘൂകരിക്കാൻ പറ്റി എന്നുള്ളത് തന്നെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ക്യാമ്പുകൾ മൊത്തത്തിൽ സക്സസ്ഫുള്ളായിട്ടാണ് നടന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, ബഹുജന സംഘടനാ നേതാക്കന്മാർ, രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ എല്ലാവരും സംയുക്തമായി നല്ല സഹായം കൊടുത്താണ് ഈ ക്യാമ്പുകളെല്ലാം സക്സസ്ഫുള്ളാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ക്യാമ്പുകളൊക്കെ തൃപ്തികരമായി തീർന്നു, അല്ലെങ്കിൽ ഏറെക്കുറെ തീരാൻ തുടങ്ങുന്നു. ഇനി ഇവർ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ആ വീടുകളിലുണ്ടാകേണ്ട സൗകര്യത്തെക്കുറിച്ച് കൂടിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇവിടെ നടന്ന ചർച്ചകൾ. ഗവൺമെൻറ് ചില പ്രപ്പോസൽസ് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി നടക്കും എന്ന് നമ്മൾക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. അങ്ങനെ ജനങ്ങളുടെ കൂടി പങ്കാളിത്തവും സഹകരണവും വെച്ചുകൊണ്ട് ഈ ക്രൈസിസിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ഉണ്ടാകുകയാണ്. ഇപ്പോഴും മഴയുടെ അന്തരീക്ഷം ഇവിടെ തളം കെട്ടി നിൽക്കുകയാണ്. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ മഴ പെട്ടെന്ന് മാറുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വരാൻ പോകുന്നൊരു ആഘാതവും നമ്മുടെ ആളുകൾക്ക് വിഷമമായി മാറാതെ അതിന് സഹായകരമായ ഒരു നിലപാട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത്. എടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് മന്ത്രി ശ്രീ മോൻസ് ജോസഫ് ഇവിടെ പറയും. കോട്ടയം ജില്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ എല്ലാവിധ സഹായം എത്തിക്കുവാൻ ജില്ലയിലെ ജനപ്രതിനിധികൾ, പ്രത്യേകിച്ചും നമ്മുടെ ആദരണീയനായ നിയമസഭാ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലെ MLA മാരും MP മാരും, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും നമ്മുടെ മുനിസിപ്പൽ ചെയർമാന്മാരും ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് മെമ്പർ, കൗൺസിലർ മുതലുള്ള എല്ലാ ജനപ്രതിനിധികളും നല്ല നിലയിൽ നേതൃത്വം കൊടുക്കുകയുണ്ടായി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞ പോലെ ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലും ജില്ലാ പോലീസ് ചീഫിൻ്റെ നേതൃത്വത്തിലും ജില്ലാ ഭരണകൂടത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ചുമതലക്കാരുടെ നേതൃത്വത്തിലും ഫലപ്രദമായ സംയോജിതമായ ഇടപെടലാണ് ഉണ്ടായത്. നമുക്ക് ആദ്യം ഈരാറ്റുപേട്ട പ്രദേശങ്ങളിൽ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ഉരുൾപൊട്ടൽ ആരംഭിച്ച് അതേ തുടർന്നുണ്ടായ ദുരിതം മുതൽ അവിടെ രാത്രിയിൽ തന്നെ ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും എല്ലാവരും എത്തിച്ചേർന്ന് അവിടെ മുതൽ ഈ നിമിഷം വരെ ജില്ലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ദുരന്ത നിവാരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളും ഫലപ്രദമായി ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ വിലയിരുത്തൽ. കുറവുകളുണ്ടാവാം, ഇനി പരിഹരിക്കപ്പെടേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. എങ്കിൽ പോലും സമയോചിതമായ ഇടപെടലിലൂടെ സമയത്ത് സഹായം എത്തിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിലൂടെ കാര്യങ്ങൾ കോട്ടയം ജില്ലയിൽ ക്രമീകരിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഞങ്ങൾ ഇന്ന് യോഗത്തിൽ വിലയിരുത്തിയിട്ടുള്ളത്. 9 അസംബ്ലി മണ്ഡലങ്ങളിലും ജില്ലയിലെ MLA മാർ ഇക്കാര്യത്തിൽ ഫലപ്രദമായി നേതൃത്വം കൊടുക്കുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം നിർദ്ദേശിച്ചത് പ്രകാരം നമ്മുടെ ജില്ലയിലെ കാര്യങ്ങളെല്ലാം ഇതുവരെ നടന്നത് വിലയിരുത്തി സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് ഇന്ന് യോഗം ചേർന്നത്. യോഗത്തിൽ വിലയിരുത്തിയതനുസരിച്ച് ഇവിടെ നമുക്ക് ഇന്ന് നിയന്ത്രണ വിധേയമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ ക്യാമ്പുകളിലും ജനങ്ങൾക്ക് പരമാവധി സഹായം എത്തിക്കുവാനും ആശ്വാസമായി ക്യാമ്പുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്യാമ്പിലെത്താതെ വീടുകളിൽ തന്നെ കഴിയുന്ന എല്ലാ ദുരിതബാധിതരെയും സഹായിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ കാര്യങ്ങൾക്കകത്ത് ഇപ്പോൾ ജില്ലയിൽ 5 മരണം, 5 നിന്ന് 6 മരണം കുമരകത്തുണ്ടായത് കൂടി വരുമ്പോൾ 6 മരണം വന്നിരിക്കുകയാണ്. ആ മരണപ്പെട്ട അവരുടെ കുടുംബങ്ങൾക്ക് ഗവൺമെൻറ് പ്രഖ്യാപിച്ച സഹായം പരമാവധി വേഗത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഇന്ന് ഞങ്ങൾ യോഗത്തിലെടുത്തിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ തലത്തിൽ കൂടി ശ്രദ്ധയിൽപ്പെടുത്തി മന്ത്രിസഭാ യോഗത്തിൻ്റെ അനുമതിയോടെ എത്രയും പെട്ടെന്ന് ആ കുടുംബങ്ങൾക്കുള്ള സഹായം കൈമാറുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നാശനഷ്ടം സംഭവിച്ചവർക്ക് പരമാവധി ആശ്വാസമാവുന്ന വിധത്തിൽ സഹായധനം കൊടുക്കുക എന്നുള്ളതാണ്. വീടുകൾ തകർന്നവർക്കും കൃഷിനാശം സംഭവിച്ചവർക്കും പശുക്കൾ ഉൾപ്പെടെയുള്ള വിവിധ
അങ്ങനെ കുടുംബങ്ങളുടെ ആശ്രയ കേന്ദ്രമായിരുന്ന ഒരുപാട് കാര്യങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതിലെല്ലാം കൃത്യമായ ഒരു അസസ്മെൻ്റ് നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇന്നത്തെ യോഗത്തിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രാദേശികമായ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി ഇക്കാര്യങ്ങൾ വ്യക്തതയോടുകൂടി നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വഴി കളക്ടർക്ക് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന് താലൂക്കിലേക്ക് എല്ലാം റിപ്പോർട്ട് ചെയ്യാനാണ് ഇന്ന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. നമുക്ക് കുടുംബങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള തുക അത് സുതാര്യമായി അർഹതപ്പെട്ട എല്ലാവർക്കും കിട്ടുന്ന വിധത്തിൽ ക്രമീകരിക്കണം. എന്നാൽ അർഹതയില്ലാത്തവർ ഇത് തട്ടിയെടുക്കുന്ന പരിപാടി ഇതിനു മുൻപ് നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ഇതിനകത്ത് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇറങ്ങിയതായി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഇതിൻ്റെ മറവിൽ ഈ പാവങ്ങൾ കൊടുക്കാനുള്ള ഈ തുക തട്ടിയെടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് കർശനമായി അത് കണ്ടുപിടിക്കുവാനും അങ്ങനെയുള്ളവരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുവാനും ആവശ്യമായ തീരുമാനം ഇന്നെടുത്തിരിക്കുകയാണ്. അപ്പം വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് വിലയിരുത്തിയിട്ടുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടായ നാശനഷ്ടത്തിൻ്റെ കണക്ക് പ്രത്യേകമായി റിപ്പോർട്ട് ചെയ്യുക, പരിശോധിച്ച് റിപ്പോർട്ട് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിന് സ്റ്റേറ്റിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ജില്ലാ കളക്ടർ കൂടി ഈ ജില്ലയിൽ ഓരോ വകുപ്പിലും എന്തുമാത്രം നാശനഷ്ടം ഉണ്ടായി എന്ന് രേഖപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ജില്ലയിൽ മൊത്തത്തിൽ എന്തുമാത്രം നഷ്ടം വന്നു എന്ന് കണക്കാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ വരുന്നതിലൂടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സാധ്യമായ പരമാവധി സഹായം കോട്ടയം ജില്ലയ്ക്ക് ലഭിക്കണം. അതിന് ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നേതൃത്വത്തിൽ ജില്ലയിലെ MLA മാരും ജനപ്രതിനിധികളും ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചന നടത്തി ഈ ജില്ലയ്ക്ക് പരമാവധി സഹായം കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സാഹചര്യം സ്റ്റേറ്റ് ഒട്ടാകെ അങ്ങനെ കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ കോട്ടയം ജില്ലയ്ക്ക് അക്കാര്യത്തിൽ അർഹമായ സഹായം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലിന് ഈ ഒരു ഇത്തരത്തിലുള്ള റിപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. തന്നെയുമല്ല, കേന്ദ്ര സഹായം പലപ്പോഴും ഇത്തരത്തെ കാര്യത്തിൽ കിട്ടാറില്ല. കേന്ദ്ര സഹായം കൂടി ലഭ്യമാക്കുന്നതിന് വേണ്ടി പ്രോപ്പറായ ആപ്ലിക്കേഷൻ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യങ്ങളിൽ ജില്ലയിലെ ചുമതലയുള്ള മന്ത്രിമാർക്ക് പൊതുവായി തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശം തന്നിട്ടുണ്ട്. നമ്മുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വളരെ കറക്റ്റായി സ്പെസിഫിക് നോമിനേഷൻസ് നമ്മുടെ നോംസ് പാലിച്ചുകൊണ്ട് ആപ്ലിക്കേഷനുകൾ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്രം നിർദ്ദേശിക്കുന്ന അക്കാര്യങ്ങൾ പാലിച്ച് ഇപ്രാവശ്യം കൊടുക്കാനുള്ള അപേക്ഷകൾ കൊടുക്കാനുള്ള പ്രോപ്പറായ ഒരു ശ്രമം നടത്താനും ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജില്ലയിൽ നിന്ന് ഓരോ വകുപ്പിലും ഉണ്ടായിരിക്കുന്നതനുസരിച്ച് ഇക്കാര്യങ്ങൾ വ്യക്തതയോടുകൂടി പരിശോധിച്ച് ചെയ്യാനാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി തുടർന്ന് നടത്തേണ്ട നമ്മുടെ തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ തകർന്ന റോഡുകൾ നന്നാക്കണം. അതുപോലെ തന്നെ ഈ മാലിന്യങ്ങളെല്ലാം നിറഞ്ഞ് വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ശുചിത്വമുണ്ടാകാനിലേക്ക് എത്തണം. കുടിവെള്ള വിതരണം പ്രോപ്പറായി മാറണം. വീടുകൾ തകർന്ന് നന്നാക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും സർക്കാരിൻ്റെ സഹായവും കൂടെ ചേർത്തുകൊണ്ട് ജനജീവിതത്തെ പരമാവധി വേഗത്തിൽ സാമൂഹികമായ അന്തരീക്ഷത്തിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഇടപെടലുകൾ തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് കിട്ടിയ ശേഷം സ്പീക്കറുടെയും MLA മാരുടെയും MP മാരുടെയും സാന്നിധ്യത്തിൽ അടുത്ത ഒരു യോഗം കൂടി തുടർന്ന് ചേരാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ വെച്ച് ബാക്കി കാര്യങ്ങൾ കൂടി വിലയിരുത്തി തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതാണ്. വർഷങ്ങളായി കുടിശ്ശിക കടന്നിരുന്നൊരു വിഷയം കൂടി സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വരികയുണ്ടായി. 22, 23, 24 കാലഘട്ടങ്ങളിലൊക്കെ കൊടുക്കേണ്ടിയിരുന്ന നഷ്ടപരിഹാരം പല കാര്യങ്ങളിലും വീടുകളുടെ സഹായം ഉൾപ്പെടെ കൊടുക്കാതെ കടന്നുപോയി. അപ്പോൾ അതൊക്കെ മുൻകാലങ്ങളിൽ വന്ന വലിയ വീഴ്ചകളാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി സർക്കാരിന് വേണ്ടി ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങിത്തിരിച്ചപ്പോഴാണ് ഈ മുൻകാല കുടിശ്ശികകൾ കൊടുത്തു തീർക്കാത്ത പ്രശ്നം ശ്രദ്ധയിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ 24 വരെയുള്ളത് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലയിൽ ഈ കടബാധ്യത കുടിശ്ശികയായി കടന്നിരുന്ന കൊടുത്തു തീർത്തിട്ടുണ്ട്. ഇനി തുടർന്ന് 25-ലെയാണ് കൊടുക്കേണ്ടത്. ആ 25-ലെ കൂടി കൊടുക്കാനുള്ള ഇടപെടൽ സർക്കാർ തലത്തിൽ സ്പീക്കറുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങളിൽ കൂടി നമുക്ക് ആ മുൻകാല കുടിശ്ശിക കൂടി കൊടുത്തു തീർത്തുകൊണ്ട് ഉള്ള നടപടികളുണ്ടാകും. 2, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് മുൻകാലങ്ങളിൽ സംഭവിച്ചതുപോലെ കാലങ്ങൾ കഴിഞ്ഞിട്ട് സഹായം കൊടുക്കുന്നതിന് പകരം പരമാവധി വേഗത്തിൽ ഈ സഹായം കൊടുക്കുക എന്ന ഒരു നിലപാട് കൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റും തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ അക്കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തുകയും നമുക്ക് എത്രയും വേഗം ഈ ദുരിതബാധിതരായ ആളുകൾക്ക് സഹായം കൊടുക്കാനുള്ള നടപടി ഉണ്ടാകുകയും ചെയ്യും. അതിന് കോട്ടയം ജില്ലയുടെ പൂർണ്ണമായൊരു സപ്പോർട്ട് സർക്കാരിന് കൊടുക്കാൻ കഴിയുന്ന വിധത്തിലും ജനങ്ങളെ പരമാവധി സഹായിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള
നല്ല ഇടപെടലാണ് ഇന്നത്തെ യോഗത്തിനുണ്ടായത്. ബഹുമാന്യനായ നിയമസഭാ സ്പീക്കറുടെ നേതൃത്വത്തിൽ ഇക്കാര്യങ്ങൾ മോണിറ്റർ ചെയ്ത് പോകുന്നു. ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് ചീഫും മറ്റ് ഒഫീഷ്യൽസും ജില്ലയിലെ MLA-മാരോട് ചേർന്ന് നിന്നുകൊണ്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അടുത്ത യോഗത്തിൻ്റെ കാര്യങ്ങൾ ഈ റിപ്പോർട്ട് വരുന്നതിനെ തുടർന്ന് തീരുമാനിച്ചു വിളിക്കുന്നതായിരിക്കും.